മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്നു വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. ഓർമ്മിക്കുക, ഏകദേശം BC 444 വരൾച്ചയും വിളനാശത്തിനും തുടരെ തുടരെ ഇരയായിക്കൊണ്ടിരുന്ന ജനം ദൈവവിശ്വാസത്തിന്റെയും ദൈവസേവനത്തിന്റെയും പ്രസക്തി എന്തെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി സംശയിക്കരുത്. അവിടുത്തെ നാമം അശുദ്ധമാക്കാതെ നിർമ്മലമായി ബലിയർപ്പിക്കുക. ദൈവത്തോട് അവിശ്വസ്തത കാട്ടുകയോ അവിടുത്തെ അസഹ്യപ്പെടുത്തുകയോ അരുത്. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തെ സേവിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. ഇന്ന് നാം കഠിനമായ ചൂട് മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയിൽ വളരെ പേർ മരണപ്പെടുകയും ശരീരം പൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും കൈകെട്ടി നോക്കി നിൽക്കാതെ ദൈവിക സന്നിധിയിലേക്ക് എടുക്കുക. ദൈവത്തിന് പ്രീതിദായകമാം വിധം വിശ്വസ്തത പുലർത്തുക. ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഉറപ്പ് പൂർണ്ണമായും നിറവേറും. തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കുട്ടിയെ ഒരിക്കൽ പോലും കയറിൽ ബന്ധിച്ചിട്ടില്ലാത്തതുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തുള്ളിച്ചാടിയോടുമ്പോൾ മറ്റൊന്നിനോടും ഉപമിക്കുവാൻ സാധിക്കാത്ത സ്വാതന്ത്ര്യമാണെന്ന സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് എത്ര വലിയ ചൂടിൽ പോലും ഭയപ്പെടാതെ ദൈവം തന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചു മുന്നേറുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നു.
ആലംബ